SFI പ്രവർത്തകരെല്ലാം ക്രിമിനലുകളാണ് എന്ന് ആക്ഷേപിക്കുന്ന ഗവർണർക്ക് കേരളത്തിലെ SFI പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത നിരവധി പ്രവർത്തകന്മാരുടെ കഴിഞ്ഞകാല ചരിത്രവും ഗതകാലത്തെ അവരുടെ പ്രവർത്തനങ്ങളും പരിശോധിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ബ്ലഡി SFI എന്നോ ബ്ലഡി കണ്ണൂരെന്നോ ക്രിമിനലുകളെന്നോ വിളിക്കില്ലായിരുന്നു. 34 വിദ്യാർത്ഥി പ്രവർത്തകന്മാരുടെ ജീവനാണ് ക്യാമ്പസുകളിൽ. മറ്റു വിദ്യാർത്ഥി സംഘടനകളും അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരുമെല്ലാം ചേർന്ന് ജീവനെടുത്തത്. അക്കൂട്ടത്തിൽ 2022 ഇടുക്കി ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിയായ ധീരജ് രാജേന്ദ്രനെ കൊലപ്പെടുത്തിയത് കോൺഗ്രസ്സുകാരാണ്. അങ്ങനെയൊരു കൊലപാതകം നടത്താൻ മാത്രം എന്തെങ്കിലും ഒരു സംഘർഷം ആ ക്യാമ്പസിൽ ഉണ്ടായിരുന്നില്ല. ധീരജ് രാജേന്ദ്രൻ ആരെയെങ്കിലും ആക്രമിച്ചു എന്ന പരാതി പോലുമില്ല. എങ്കിലല്ലേ കേസ്. പഠിപ്പിൽ ശ്രദ്ധിക്കുന്ന SFI പ്രവർത്തനം അത്യാവശ്യം നടത്തുന്ന, പാട്ടിലൊക്കെ കുറച്ച് ശ്രദ്ധയുള്ള, ഒരുപാട് സൗഹൃദ വലയം സൃഷ്ടിച്ച ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായിരുന്നു ധീരജ്. ധീരജിനെ അന്ന് കോൺഗ്രസ്സുകാർ കൊലപ്പെടുത്തിയത് മാത്രമല്ല, ആ കൊലപാതകത്തിന് നേതൃത്വം കൊടുത്ത പൈലിയെ ന്യായീകരിക്കുകയായിരുന്നു KPCC പ്രസിഡന്റ്. അത് ധീരജന്റെ പിതാവായ രാജേന്ദ്രന്റെ മനസ്സിൽ ഇന്നും നൊമ്പരമായിരുന്നു. ഞങ്ങളുടെ മകനെ നിങ്ങൾ ഇല്ലാതാക്കി, എന്നിട്ടും മകനെയും ഞങ്ങളുടെ കുടുംബത്തെയും അപമാനിക്കുകയല്ലേ KPCC പ്രസിഡന്റ് ചെയ്യുന്നത് എന്നത് അദ്ദേഹത്തിൻ്റെ ദീനരോധനം പോലെയുള്ള അഭിപ്രായത്തെ കോൺഗ്രസ് പുച്ഛിച്ച് തള്ളി. അതാണ് കോൺഗ്രസ്. കോൺഗ്രസ്സിന് മഹാത്മാഗാന്ധിയെ കൊലപ്പെടുത്തിയ RSSകാരുമായി ചങ്ങാത്തത്തിൽ ഏർപ്പെടുക എന്നതല്ലാതെ വിദ്യാർത്ഥികളായാലും യുവജനങ്ങളായാലും നമ്മുടെ നാട്ടിൽ ശരിയായ പാതയിൽ പ്രവർത്തിക്കുന്നവരായാലും അവരെയൊക്കെ ആക്രമിച്ചില്ലാതാക്കുക എന്നതല്ലാതെ മറ്റൊരു രാഷ്ട്രീയവുമില്ല. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിയുടെ ജീവൻ ഇല്ലാതാക്കിയതിന് ശേഷം SFIയെ ഇല്ലാതാക്കാൻ അവർക്ക് കഴിഞ്ഞോ? കമ്മ്യൂണിസ്റ്റ് പുരോഗമന പ്രസ്ഥാനത്തെ ഇല്ലാതാക്കാൻ അവർക്ക് കഴിഞ്ഞോ? അങ്ങനെയൊന്നും ഇല്ലാതാവുന്ന ഒന്നല്ല ഈ പ്രസ്ഥാനങ്ങളാകെ. ശരിയുടെ പക്ഷത്ത് ഉറച്ചു നിൽക്കുന്ന പ്രസ്ഥാനങ്ങളാണ്.